ഹലോ, ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. വീക്ക്ലി ടാരറ്റിൻ്റെ പ്രിഡിക്ഷൻ പറയാണ്. 23-ാം തീയതിയിലിരുന്ന് 28-ാം തീയതി വരയ്ക്കുള്ളത്, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരയ്ക്കുള്ളതാണ്. സോ എല്ലാവരും റെഗുലറായിട്ട് വീഡിയോ കാണണം. ഇതിൽ 1, 2, 3 അങ്ങനെ 3 നമ്പർ എടുത്തിട്ടുണ്ട്. സോ 3 ടൈപ്പ് ഓഫ് പ്രിഡിക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിചാരിക്കണം. എന്നിട്ട് അതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അതാണ് നമ്പറിലേക്കുള്ളത്. ആ നമ്പറിൻ്റെ കൂടെ എനർജി കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നോക്കണം. ആദ്യത്തെ കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത് എന്തെങ്കിലും ആണെങ്കിൽ കുറേ പൈസ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടും ഒന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു എന്താ ഇതിൻ്റെ ഒരു പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല, പൈസ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഒരു എന്താ പറയുക, ചേഞ്ചസ് ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെപ്പോഴാണെന്നുള്ളത് അറിയില്ല എന്നാണ് പറയണത് അവർ. ഈ വീഡിയോ നോക്കുന്നവർ, ഈ നമ്പർ 1 എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയണത്. ഇവർ കുറേ പൈസ ഇറക്കിയിട്ട് എന്താ ഇതൊന്നും ശരിയാവണില്ല, എന്താണെന്നുള്ളത് ഭയങ്കര ടെൻഷനിലിരിക്കുന്ന ഒരു സമയമായിരിക്കുക. പക്ഷേ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവുന്നതായിരിക്കും. നമ്മൾ എന്തേ ഒന്ന് പറഞ്ഞാലും എന്തേ ഒന്ന് ചെയ്താലും കുറേ കണ്ടില്ല, കുറേ ജോലിയെല്ലാം ചെയ്തിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം ചെയ്തിട്ട് ഒന്നും അയ്യോ ഭയങ്കര ടയർഡായിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിട്ട് നിൽക്കുന്നതാണത്. സോ അതുകൊണ്ട് പ്രോഫിറ്റൊന്നും കാണുന്നില്ലല്ലോ, എന്താ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യാനും കുറേ എന്തൊക്കെ പൈസ മേടിച്ചിട്ടൊക്കെ കടമായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ എന്നാലും അത് നല്ല ഒരു റിസൾട്ടായിരിക്കാം നമുക്ക് ലാസ്റ്റിൽ കിട്ടാൻ പോണത്. അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ജോലിക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ലാസ്റ്റിലൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കുക. പക്ഷേ ശരിയാകും. എങ്ങനെയാണ് പറഞ്ഞാൽ ഒരു 2-3 മാസം ആകും ശരിയാകാൻ. സോ ഇതൊക്കെ ഉണ്ടല്ലോ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഒരു സ്റ്റാറാണ്. അതായത് ലാസ്റ്റ് ഫൈനലിൽ നല്ല ഒരു പ്രോഫിറ്റും നല്ല ഒരു സ്റ്റാർട്ടിങ്ങും ആകാൻ പോകുന്ന ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ക്ഷമ വേണം, ദേഷ്യം വരരുത്. കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. ദേഷ്യമൊന്നും വരരുത്. കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ വർത്തമാനം പറയുന്നത് എടുക്കുന്നത്, കൂടെ ജോലി ചെയ്യുന്നവരുടെ അടുത്തൊക്കെ കുറച്ച് ക്ഷമയോടുകൂടി വർത്തമാനം പറഞ്ഞ് എല്ലാം ശരിയാവുന്നതായിരിക്കും. പക്ഷേ ബിഗ് ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് ലൈഫിൽ. അത് കുറച്ച് ദിവസം ആകും. അവർ 2 മാസത്തിൽ നിന്ന് തൊട്ട് 3 മാസം ആകും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്, യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താ ഒന്ന് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റിൽ ഞാനൊരു വീഡിയോ എൻഡിൽ ഒരു നമ്പർ, ഏഞ്ചൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ റെഗുലറായിട്ട് വ്രിസ്റ്റിൽ എഴുതിയെടുക്കുക. 1176 പറഞ്ഞിട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പോക്കറ്റിൽ വെക്കുക. അങ്ങനെ ചെയ്ത് നോക്കൂ. കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. ഇപ്പോൾ നമ്പർ 2 എന്ന് വിചാരിച്ചവർക്ക് എന്താ വരുന്നത് എന്നുള്ളത് മെസ്സേജ് നോക്കാം നമുക്ക്. എല്ലാവരും കാർഡിൻ്റെ കൂടെ എനർജി കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. റെഗുലറായിട്ട് ദിവസം ഓരോരോ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പോയി നോക്കണം. വൈകിട്ട് 1 സൊല്യൂഷൻ 1 കാർഡ് 1 സൊല്യൂഷൻ പറഞ്ഞിട്ട് അതും ഇടുന്നുണ്ട്, നോക്കുക. ഫേസ്ബുക്കിലും ഉണ്ട്, അതും പോയി നോക്കുക. നമ്പർ 2 എന്ന് വിചാരിച്ചവർക്ക് എന്താ കാർഡ് വെച്ചാൽ 8 ഓഫ് വാണ്ട്സ് ആണ്. 8 ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ സ്പീഡ്, ഭയങ്കര സ്പീഡ്. എനിക്ക് എല്ലാം പെട്ടെന്ന് വേഗം ആകണമെന്നുള്ള, സഡനായിട്ട് ആക്ഷൻ എടുക്കും, സഡനായിട്ടെല്ലാം ചേഞ്ചസ് ഒന്നും വരാത്ത പോലെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരാളാണ് തോന്നുന്നുണ്ട്. പിന്നെ ഹോളിഡേ, ഭയങ്കര ജോലി ടൈപ്പായിരിക്കുക. പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പുറപ്പെട്ട് ഇങ്ങനെ പോകും, സഡനായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരാളായിരിക്കുക. പക്ഷേ സെക്കൻഡ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് പറഞ്ഞാൽ എമോഷണലായിട്ട് ഭയങ്കര പെട്ടെന്ന് വേഗം ദേഷ്യം വരും, സങ്കടവും വരും, അങ്ങനത്തെ ഒരു ആളായിരിക്കാൻ തോന്നുന്നുണ്ട്. വീട്ടിലെല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമായിട്ടും നല്ല ഒരു റൊമാൻസായിട്ടും കൈൻഡ്നെസ് ആയിട്ട് നല്ല ഒരു ഇതായിട്ട് ഇരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇവർക്ക് ഒരു 10 ദിവസം തൊട്ട് 13 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് വരുന്നതാണെന്നാണ് യൂണിവേഴ്സ് പറയണത്. അതെന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ യൂണിവേഴ്സ് എന്തോ ഒരു നല്ല മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് ഇതോടുകൂടി ഇരിക്കണം. അധികം എമോഷണലായിട്ട് ഒന്നും സങ്കടപ്പെടാനോ ഒന്നിനും പോകരുത്. പിന്നെ അടുത്ത കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് സ്വാർട്സ് ആണ്. ക്യൂൻ ഓഫ് സ്വാർട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ല ഒരു ഹോണസ്റ്റ് പ്രൊട്ടക്റ്റീവായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആരും ഒന്നും ഇത് ചെയ്യാനോ ആരുടെയും കീഴിൽ ജോലി ചെയ്യാനോ എടുക്കാൻ പോവാത്ത ഒരാളാണിത്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് എന്ത് തിങ്ക് ചെയ്യണമെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് എന്തോന്ന് തീരുമാനിക്കുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് ഒരു എനർജി ലെവൽ കുറവായിട്ടുണ്ട്. അതിനൊരു ലേശം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക, അല്ലെങ്കിൽ ശിവൻ്റെ അമ്പലത്തിലൊന്ന് പോവുക, റെഗുലറായിട്ട് പോവുക ശിവൻ്റെ അമ്പലത്തിൽ. എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എനർജി കിട്ടുന്നതായിരിക്കുക. നല്ല സമയമൊക്കെ വളരെ നല്ലൊരു സമയമാണ് വരുന്നത്. വീഡിയോ ലാസ്റ്റിൽ ഏഞ്ചൽ നമ്പർ ഉണ്ട്, അത് റെഗുലറായിട്ട് എഴുതും. ഗ്രീൻ പെന്നിൽ എഴുതണം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഗ്രീൻ പെന്നിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും, പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് വാട്സ് പറഞ്ഞില്ലേ, ഇതിനെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് ലേഡീസിന് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച. ഒന്ന് സൂക്ഷിക്കുക, അത്ര തന്നെ. ഇനി മൂന്നാമത്തെ നമ്പർ വിചാരിച്ചവർക്ക് എന്താ കാർഡ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഈ കാർഡിൻ്റെ എനർജിയുടെ കൂടെ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. എന്താ കാർഡ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്പർ 3 എന്ന് വിചാരിച്ചവർക്ക് എന്താ കാർഡ് വരുന്നത് എന്നുള്ളത് നോക്കാം. വീക്ക്ലി പ്രിഡിക്ഷൻ ഇടുന്നതാണ്, ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇടുന്നുണ്ട്. അധികം ആൾക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം നോക്കുന്നില്ല, കുറവാണ് നോക്കണതെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. സോ എല്ലാവരും നോക്കൂ, റെഗുലറായിട്ട് നോക്കൂ. നല്ല കാർഡാണ് വന്നിരിക്കുന്നത്. നമ്പർ 3 എന്ന് വിചാരിച്ചവർക്ക് ഫൂൾ കാർഡാണ്. ഫൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂൾ എന്നല്ല, നല്ല ഒരു എന്താ പറയുക, നമുക്ക് ജാലി ടൈപ്പായിട്ടുള്ള ആളാണ്. എന്തൊന്നിനും റെഡിയാണ് ഇവർ. ഫ്രീ ആയിട്ടിരിക്കാനും ട്രാവൽ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കാനും ഓരോരോ കാര്യങ്ങളും പുതിയതായിട്ട് കണ്ടുപിടിക്കാനും നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നല്ല ഒരു സമയമുണ്ട്. ആൾക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. ബിസിനസ് ആയിക്കോട്ടെ എന്ത് ചെയ്യണമെങ്കിലും നല്ല ഒരു ആംബിഷനായിട്ട് എല്ലാം ചെയ്യും. ടൈം വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള വിചാരമുള്ള ആൾക്കാരായിരിക്കാം. ലേസിനെസ് ഉണ്ട്, അതായത് എന്താ പറയുക, ലേസിനെസ് ഇല്ലാത്ത ഒരാളാണ്. സോ ഈ ആഴ്ച വളരെ നല്ല സമയമാണ്, എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ വളരെ നല്ലതാണ്. അടുത്ത കാർഡ്, സെക്കൻഡ് കാർഡ് വന്നിട്ട് 7 ഓഫ് വാണ്ട്സ് ആണ്. 7 ഓഫ് വാണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എന്തും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, എത്ര കഷ്ടപ്പെട്ടാലും ഞാനത് ചെയ്ത് തീർക്കുന്നുള്ള ഒരു സ്റ്റാമിന, നല്ലൊരു സ്റ്റാമിനയൊക്കെ ഉള്ള ആളാണ്. സോ അങ്ങനത്തെ ഒരു ബിലീവ്, ദൈവത്തിൻ്റെ മേലെ നല്ലൊരു ദൈവഭക്തിയും വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം ഇത്. നമ്പർ 3 എന്ന് വിചാരിച്ചവർ. സോ നല്ല ഒരു കാർഡൊക്കെ വന്നിരിക്കുന്നത്. 3 കാർഡ് നല്ല കാർഡാണ്. അടുത്ത കാർഡ് സ്ട്രെങ്ത് എന്നാണ്. സ്ട്രെങ്ത് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത്, വിചാരം, നല്ല എപ്പോഴും നല്ല പോസിറ്റീവ് തിങ്കിങ് തന്നെ ആയിരിക്കാം. സക്സസ് ആകും, ഞാൻ ചെയ്താൽ നന്നായിരിക്കും, നല്ലതാവും എന്നുള്ള ഒരു വിചാരമുള്ള ആൾക്കാരായിരിക്കാം. പിന്നെ വീട്ടിലും അതെ, നല്ല എൻകറേജ് ചെയ്യുന്ന ഒരു അമ്മയായിരിക്കട്ടെ ഭാര്യയായിരിക്കട്ടെ, നല്ല എൻകറേജ് ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് ഒന്നും കൂടി ജോലി ചെയ്യാൻ നല്ല ഒരു ഉന്മേഷമുള്ള ആൾക്കാരാണ്. കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ നല്ല സക്സസ് വരാൻ പോകുന്നുണ്ട്. നല്ല സക്സസ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ 100% നല്ല സക്സസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക. എല്ലാം എന്നെക്കൊണ്ട് സാധിക്കും പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടെല്ലാം ചെയ്യുന്ന ആളായിരിക്കാം. അത് ലേശം കുറച്ചൊന്ന് ക്ഷമയുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നല്ലമാതിരി നടന്നിട്ട് ലാസ്റ്റിൽ നല്ല 100%ഉം നല്ല ഒരു സക്സസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്പർ 3 എന്ന് വിചാരിച്ചവർക്ക് ഇതാണ് കാർഡ്. 3 കാർഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ എല്ലാവരും പേഷ്യൻസ് ആയിട്ടൊക്കെ ഇരുന്ന് നോക്കിയിട്ട് കാർഡിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ എല്ലാം കേട്ടിട്ട് അതിന് ഉള്ള മറുപടി കമൻറ്റിൽ എല്ലാവരും സക്സസ് എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യൂ. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറയാൻ പോകണമെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ഏഞ്ചൽ നമ്പർ ഒന്ന് എഴുതിയിട്ടുണ്ട്. 1176 നല്ല ഒരു പവറുള്ള നമ്പറാണ്. പവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1176 എല്ലാം 4 കൂടി ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ 15 വരും. 15 5 + 1 6 വന്നിട്ട് നമുക്ക് എന്തിനും നല്ല ഒരു നമ്പറാണ്. നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ ശുക്രൻ്റെ നമ്പർ എന്ന് പറയും അത്. സോ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം 6 എന്ന ഒരു നമ്പർ
പൊതുവെ ഒരു നമ്പർ ഇങ്ങനെ നമ്മൾ ഉള്ളം കയ്യിൽ ഇങ്ങനെ എഴുതിയാലും കൂടി വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഗ്രീൻ പെന്നിൽ എഴുതിക്കോളൂ. ഒരു പേപ്പറിൽ, ഒരു പ്ലെയിൻ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ അങ്ങനെ വെച്ചാലും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ വ്രിസ്റ്റിൽ എഴുതണമെങ്കിൽ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് 1176 എന്ന് എഴുതിയിട്ട് അതിനെ റൗണ്ട് ചെയ്തിട്ട് വിടുക. നല്ല ഒരു ഏഞ്ചൽ നമ്പറാണ്. മിറാക്കൽ എന്താ, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മിറാക്കൽ നമുക്ക് അറിയില്ല, എന്തിനാ ഇങ്ങനെ ആയെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു നല്ല ഒരു കാര്യം ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എഴുതി നോക്കൂ. ചാൻസ് എന്താ പറയുക, ഒരു ചാൻസ് കൊടുക്കുക, എഴുതി നോക്കിയിട്ട് നമുക്ക് എന്താ കിട്ടണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ചാലഞ്ചായിട്ട് എടുക്കരുത്. നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കിട്ടുള്ളൂ. സോ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് വേറെ ഒരു കാർഡായിട്ട് കാണാം. നമുക്ക് എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഒക്കെ റെഗുലറായിട്ട് നോക്കുന്നതുകൊണ്ടും കറക്റ്റായിട്ട് കമൻറ്റ് അതേപോലെ ലാസ്റ്റ് വീഡിയോ ഒരു ജയം പറഞ്ഞിട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളിമ കാർഡ്സിൽ. വളരെ വളരെ എല്ലാവർക്കും വളരെ താങ്ക്സ്. കുറേ സബ്സ്ക്രൈബർ ആയിക്കൊണ്ടുണ്ട്. എല്ലാവർക്കും വളരെ താങ്ക്സ്. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു സോ മച്ച്.